70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. ജലമേളയ്ക്കായി ആലപ്പുഴ തയ്യാറായി കഴിഞ്ഞു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് ഇക്കുറി പോരാട്ടത്തിനിറങ്ങുന്നത്. പുന്നമടയും പരിസര പ്രദേശങ്ങളും 14 സെക്ടറായി തിരിച്ച് 1800 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. ജലപൂരത്തെ വരവേൽക്കാൻ പുന്നമട ഒരുങ്ങിക്കഴിഞ്ഞു. അതിഥികൾ എത്തിത്തുടങ്ങി. ഇനി ആഘോഷത്തിന്റെ മണിക്കൂറുകളാണ് ആലപ്പുഴയ്ക്ക്. ജില്ലാ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്പീഡ് ബോട്ടുകൾക്കും ഡ്രോണുകൾക്കും കർശന നിയന്ത്രണമുണ്ടാകും. ജലമേള നടക്കുന്ന ട്രാക്കിന് 100 മീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം താൽക്കാലിക റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാ ഡ്യൂട്ടിക്കും ട്രാഫിക് ക്രമീകരണങ്ങൾക്കുമായി വൻ പോലീസ് സന്നാഹമാണ് ഉണ്ടാവുക. വള്ളംകളി നടക്കുന്ന പുന്നമടയും പരിസര പ്രദേശങ്ങളും 14 സെക്ടറുകളായി തിരിച്ച് 17 ഡിവൈഎസ്പിമാരടക്കമുള്ള 1800ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കും. പുന്നമട കായലിലും ബോട്ടുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. നെഹ്റു പവലിയന്റെയും താൽക്കാലിക ഗ്യാലറിയുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി മത്സരിക്കുന്നത്. നാളെ രാവിലെ 11-ന് ചെറുവള്ളങ്ങളുടെ മത്സരത്തോടെ ജലമേളയ്ക്ക് തുടക്കമാകും. ജനം, ആലപ്പുഴ.